അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള കുറച്ച് കണ്ടൻറ്റാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഈ അമെൻമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ 42nd അമെൻമെൻറ്റ് കൊണ്ടുവന്ന PM ഇന്ദിരാഗാന്ധി. അപ്പോൾ ഏകദേശം ഒരുപാട് കാര്യങ്ങളെ, ഒരുപാട് സെൻസിറ്റീവ് ഏരിയാസിനെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു അമെൻമെൻറ്റ് കൂടിയാണ്. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് വയ്ക്കുക. ഒന്ന്, പ്രിയാമ്പിളിൽ വരുത്തിയ മാറ്റം, അതേപോലെ തന്നെ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിട്ടുള്ളതും ഇതേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ്. പഞ്ചായത്ത് രാജ് ആക്ട് വന്ന പോലെ തന്നെ ഒപ്പം വന്ന കാര്യമാണ് നഗരപാലിക ആക്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് എന്നുള്ളത്. 74th ആണ് 1992. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് സെറ്റ് യുഗ കോഴ്സിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. നമ്മൾക്ക് അറിയാം, കഴിഞ്ഞു പോയ സെറ്റ് എക്സാമുകൾ വെച്ച് നോക്കുമ്പോൾ അവസാനം നടന്ന സെറ്റ് എക്സാമുകൾ നമുക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിലൊക്കെ, പ്രത്യേകിച്ചും ജനറൽ പേപ്പർ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഒരു 1 വേർഡ് സെറ്റ് പഠിച്ചുകൊണ്ട് പോയി മാർക്ക് വാങ്ങിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് പകരമായിട്ട് കുറച്ച് കൂടുതൽ ആഴത്തിൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് പോലത്തെ ചോദ്യങ്ങളാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നെ കൂടുതലായിട്ടുള്ള കണ്ടൻറ്റ് നോക്കി പഠിച്ചു പോകാം. അപ്പോൾ സെറ്റ് യുഗ എന്നുള്ളത് നമ്മുടെ എൻട്രിയുടെ ഏറ്റവും പുതിയ ബാച്ചാണ്, പുതിയ കോഴ്സാണ്. അതെല്ലാവരും ജോയിൻ ചെയ്ത് പഠിക്കുക. അടുത്ത് വരാൻ പോകുന്ന സെറ്റ് എക്സാമിൻ്റെ വിജയം എൻട്രിയിലൂടെ ഉറപ്പിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള കുറച്ച് കണ്ടൻറ്റാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഈ അമെൻമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ ഒരു ഇയറിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏത് പ്രൈം മിനിസ്റ്ററാണ് അത് കൊണ്ടുവന്നത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളല്ലാതെ ആ ഒരു അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടാണ് ഈയിടെ ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പാർട്ട് 20 നമ്മുടെ അമെൻമെൻറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ അത് തന്നെ ആർട്ടിക്കിൾ 368 ആർട്ടിക്കിൾ 368 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ചിലപ്പോൾ അതെന്തും ചോദിക്കാം, പാർട്ട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അത് പാർട്ട് 20. അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഭേദഗതികൾ വരുത്താം. 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി നിലവിൽ വരുന്നത്. അപ്പം അതിന് ശേഷം വരുന്ന ഗവൺമെൻറ്റുകളിൽ പലരും ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിയമങ്ങൾ ഒക്കെ മാറ്റാറുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് അമെൻമെൻറ്റ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെങ്കിൽ പ്രീവിയസ്ലി വന്നിരുന്നത് ആർട്ടിക്കിളാണ് ചോദിക്കാറ്. ഏത് ആർട്ടിക്കിളാണ്? റിലേറ്റഡ് ടു ദ അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 368 അത് ബിലോങ്സ് ടു പാർട്ട് 20 എന്ന് മനസ്സിലാക്കാം. അതുപോലെ 3 തരത്തിലാണ് അമെൻമെൻറ്റ് നടത്താറുള്ളത് അല്ലെങ്കിൽ നടത്താവുന്നത് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിൻ്റെ നടത്തുന്ന രീതികളൊന്നും നിങ്ങൾ പഠിക്കണം എന്നില്ല നമ്മുടെ ഈ സെറ്റ് ജനറൽ പേപ്പറിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട്. പക്ഷേ ആ 3 പോയിൻ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഒന്ന് ബൈ സിമ്പിൾ മെജോറിറ്റി, അതുപോലെ അടുത്ത് ബൈ സ്പെഷ്യൽ മെജോറിറ്റി, പിന്നെ വരുന്നത് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് വിത്ത് റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. ഇത്രയാണ് അവിടെ നമുക്ക് പഠിച്ചു വയ്ക്കാനുള്ളത്. അപ്പോൾ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കി എടുത്തിട്ട് വരുത്താൻ പറ്റുന്ന അമെൻമെൻറ്റ്സ് ഉണ്ട്. ചില കേസസിൽ സ്പെഷ്യൽ മെജോറിറ്റി ഈ പാർലമെൻറ്റിൽ കിട്ടേണ്ടത് ആവശ്യമാണ് ചില ഭേദഗതികൾ വരുത്താനായിട്ട്. അതേപോലെ ചില കാര്യങ്ങളിൽ ഭേദഗതി വരുത്തുമ്പോൾ 2/3 സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് 2/3 വേണം ആ പാർലമെൻറ്റിലെ അംഗങ്ങളുടെ. അപ്പോൾ ആ ഒരു 2/3 മെജോറിറ്റി അവിടെ വേണം. ഒപ്പം പകുതിയോളം സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? അപ്രൂവ് ചെയ്യുകയും വേണം. അപ്പോൾ ഇത്തരം ഈ 3 രീതിയിലാണ് പ്രധാനമായും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻറ്റ്സ് വരുത്താനായിട്ട് സാധ്യമാകുക. ഇനി നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ നോക്കാം. അതിലൊന്ന് 42nd അമെൻമെൻറ്റ് ആണ്. അപ്പോൾ 42nd അമെൻമെൻറ്റ്, അതിനെക്കുറിച്ച് ഇയർ ചോദിക്കാം അല്ലെങ്കിൽ ആ നമ്പർ ചോദിക്കാം, അപ്പോൾ ഇരുന്ന പ്രൈം മിനിസ്റ്റർ ചോദിക്കാം, ഇതൊക്കെയുണ്ട്. അപ്പോൾ 42nd അമെൻമെൻറ്റ് 1976 കൊണ്ടുവന്നിട്ടുള്ളത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇത് കൊണ്ടുവന്നത്. ഈ 42nd അമെൻമെൻറ്റ് തന്നെ അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവർക്കും ഇത് സെറ്റ് എക്സാമിന് ഉപകാരപ്പെടുകയും ചെയ്യും. കാരണം വരാൻ പോകുന്ന എക്സാമിന് എന്തായാലും ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടാകും. അപ്പോൾ ഇതിനു മുൻപുള്ള എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ഭാഗവുമാണ്. അപ്പോൾ 42nd അമെൻമെൻറ്റ് കൊണ്ടുവന്ന PM ഇന്ദിരാഗാന്ധി. അപ്പോൾ ഏകദേശം
ഒരുപാട് കാര്യങ്ങളെ, ഒരുപാട് സെൻസിറ്റീവ് ഏരിയാസിനെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു അമെൻമെൻറ്റ് കൂടിയാണ് 42nd അമെൻമെൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്രിയാമ്പിളിന് കൊടുത്ത അമെൻമെൻ്റ് ആണ്. അപ്പോൾ സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇൻറ്റഗ്രിറ്റി ഈ 3 വാക്കുകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തിട്ടുള്ളത് 42nd അമെൻമെൻറ്റിലൂടെയാണ്. അപ്പോൾ ഈ ഒറ്റ തവണയാണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ടൈംസ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡഡ്? ഒറ്റ തവണയുള്ളൂ, സിംഗിൾ ടൈമേ ഉള്ളൂ. അപ്പോൾ അത് സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലൂടെയാണ് ഈ 42nd അമെൻമെൻറ്റ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പ്രിയാമ്പിളിൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ആ 3 വാക്കുകൾ അവിടെ ആഡ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ അതായത് ഇൻറ്റഗ്രിറ്റി എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ യൂണിറ്റി ഓഫ് ദ നേഷൻ എന്നുള്ളൊരു സെൻറ്റൻസ് എടുപ്പുണ്ട് പ്രിയാമ്പിളിൽ. അത് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്ന് എഴുതി ചേർത്തു. പിന്നെ കൂടാതെ മറ്റ് 2 വാക്കുകൾ ഏതൊക്കെയാണ് ചേർത്തിരിക്കുന്നത്? സെക്കുലർ ആൻഡ് സോഷ്യലിസ്റ്റ്. അപ്പോൾ ഈ വാക്കുകൾ എഴുതി ചേർത്തു. ഇനി 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡഡ് ഇൻ പാർട്ട് 4A. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് തുടക്കത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല. 42nd അമെൻമെൻറ്റിലൂടെയാണ് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അവിടെ ആഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പം 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. പക്ഷേ ആദ്യം തുടക്കത്തിൽ ഈ 42nd അമെൻമെൻറ്റിലൂടെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത് എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്? 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് 4A അതുപോലെ ലോക്സഭയുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിൻ്റെ ടെനർ 5 വർഷത്തിൽ നിന്ന് 6 വർഷമായിട്ട് ഉയർത്തിയ ഒരു ഭേദഗതി കൂടിയാണ് ഈ 42nd അമെൻമെൻറ്റ്. ഇതത്ര ഒരു എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമല്ല ഈ ഭേദഗതി. പിന്നീടുണ്ടായ കൊല്ലങ്ങളിൽ ഗവൺമെൻറ് മാറ്റം വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 5ൽ നിന്ന് 6 മാറ്റിയ ഈ ഭേദഗതിയെ വെട്ടിത്തിരുത്തി തിരിച്ച് 5 കൊല്ലം എന്ന് തന്നെ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും ഡ്യൂറേഷൻ ടെനർ എന്ന് പറയുന്നത് എത്രയാണ്? 5 കൊല്ലം തന്നെ ആക്കി പിന്നീട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 6 കൊല്ലം ആക്കിയത് ആരാണ്? ഇന്ദിരാഗാന്ധി. ഏത് അമെൻമെൻറ്റിലൂടെ? 42nd അമെൻമെൻറ്റിലൂടെ 1976. അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചു വയ്ക്കുക. ഒന്ന്, പ്രിയാമ്പിളിൽ വരുത്തിയ മാറ്റം. അതേപോലെ തന്നെ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിട്ടുള്ളതും ഇതേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ്. അതുപോലെ പാർലമെൻറ്റിന് സുപ്രമസി കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് പോളിസിക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തു റാദർ ദാൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ, അതായത് സ്പീഡി ജസ്റ്റിസിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ ഫോം ചെയ്യാനായിട്ടുള്ള ഭേദഗതി കൊണ്ടുവന്നതും ഇതിലൂടെയാണ്. ദെൻ അടുത്തത് important the center to deploy armed forces in any state to deal with the grave law and order situation. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി തകരുകയാണെങ്കിൽ, ക്രമസമാധാനം നില തകരുകയാണെങ്കിൽ അവിടെ ആംഡ് ഫോഴ്സസിനെ എംപ്ലോയ് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതലായിട്ട് ലഭിക്കുന്നു. അതുപോലെ പ്രസിഡൻറ്റിന് എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം അവിടെ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി പ്രസിഡൻ്റ് ആണ് അല്ലെങ്കിലും എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്, എന്നാൽ പോലും പ്രസിഡൻറ്റിന് അത് ഒബ്ലിഗേറ്ററിക്ക് മാറ്റുകയാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറയുന്നത് ആരനുസരിക്കണം? പ്രസിഡന്റ് അനുസരിക്കണം എന്നുള്ള രീതിയിൽ ഇവിടെ ഈ അമെൻമെൻറ്റിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി. അതുപോലെ സുപ്രീം കോർട്ടിൽ നിന്നും സുപ്രീം കോർട്ടിന്, അതായത് ഹൈക്കോടതികളിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു ഹൈക്കോർട്ടിലേക്ക് മാറ്റാനൊക്കെയുള്ള അധികാരങ്ങൾ സുപ്രീം കോടതിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഓതറൈസ് ദ സുപ്രീം കോർട്ട് ടു ട്രാൻസ്ഫർ സെർട്ടൻ കേസസ് ഫ്രം വൺ ഹൈക്കോർട്ട് ടു അനദർ ആൻഡ് റീഡിഫൈൻ ജൂറിസ്ഡിക്ഷൻ, അതായത് റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിൻ്റെ റിട്ട് ജൂറിസ്ഡിക്ഷൻ, റിട്ട് പുറപ്പെടുവിക്കാനുള്ള ഹൈക്കോടതിയുടെ അധികാരങ്ങളെ ഒന്നും കൂടിയും തിരുത്തി എഴുതുകയും അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് ഒരു ഹൈക്കോർട്ടിൽ നിലവിലിരിക്കുന്ന കേസ് മറ്റൊരു ഹൈക്കോർട്ടിലേക്ക് മാറ്റാനുള്ള അധികാരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദെൻ വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ഫീച്ചർ. ഈ 42nd അമെൻമെൻറ്റ് ഒരു ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതും കാര്യമായിട്ട് തന്നെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അതിൽ തന്നെ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമുക്കിവിടെ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റുകളിലായിട്ടാണ് നിയമനിർമ്മാണങ്ങൾ നടത്താനുള്ള അധികാരങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പം അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഇന്ദിരാഗാന്ധി 42nd അമെൻമെൻറ്റിലൂടെ എന്ത് ചെയ്തു? കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു. കൺകറൻറ്റ് ലിസ്റ്റ് ആകുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നിയമങ്ങൾ രൂപീകരിക്കും.
ക്രോഡീകരിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എഡ്യൂക്കേഷൻ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സെറ്റ് എക്സാം നമ്മൾ എഴുതുന്നത് ഒരു എഡ്യൂക്കേഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കുകയും വേണം. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. അതിലേക്ക് കൊണ്ടുവന്ന ഭേദഗതിയാണ് 42nd അമെൻമെൻറ്റ് എന്നുള്ളത്. പിന്നെ ഫോറസ്റ്റ്, അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്, അതുപോലെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എന്തിലേക്ക് കൊണ്ടുവന്നു? കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ ലാസ്റ്റ് 5th പോയിന്റ് കൂടി നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോർട്ട്സ് എക്സെപ്റ്റ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. സുപ്രീം കോർട്ടും ഹൈക്കോർട്ടിൻ്റെ പരിധി അല്ലാത്ത മറ്റുള്ള കോടതികളുടെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഈ കൺകറന്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് 5 വളരെ പോയിന്റുകളാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നതാണ് 42nd അമെൻമെൻറ്റിൽ ഇന്ദിരാഗാന്ധി. ക്ലിയർ? അപ്പോൾ ഇത് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫിൻ്റെ പ്രൊട്ടക്ഷൻ, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എല്ലാം തന്നെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിച്ചെടുക്കുക. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ് സെറ്റ് എക്സാമിൻ്റെ. ഇന്ന് നമ്മൾക്ക് അപ്പോൾ 42nd അമെൻമെൻ്റ് ആണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. നമുക്ക് കുറച്ചുകൂടി അമെൻമെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കി പോകാം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ 44th അമെൻമെൻറ്റ് കൊണ്ടുവന്നത് 1978 മൊറാർജി ദേശായി ഗവൺമെൻറ് ആണ്. അപ്പോൾ 44th അമെൻമെൻറ്റ് 1978 ബൈ മൊറാർജി ദേശായി ഗവൺമെൻറ്. അതിൽ പ്രധാനമായിട്ടും പ്രോപ്പർട്ടി എന്നുള്ളത്, റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. ആർട്ടിക്കിൾ 31 പ്രകാരം അത് എടുത്തു മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. എന്ത് പ്രകാരം? ഈ 44th അമെൻമെൻറ്റ് പ്രകാരം. ദെൻ അടുത്ത പോയിന്റ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ള എമർജൻസി പ്രഖ്യാപിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റുകളിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എമർജൻസി പ്രഖ്യാപിക്കാവുന്നതാണ് എന്നുള്ള വിശദീകരണം ഉണ്ടായിരുന്നു. ആ വാക്കെടുത്ത് മാറ്റിയിട്ട് ആംഡ് റെബല്യൻ എന്ന് അവിടെ എഴുതി ചേർത്തു. അപ്പോൾ ആംഡ് റെബല്യൻ ആകുമ്പോൾ സായുധ കലാപം നടക്കുകയാണെങ്കിലാണ് എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ട്, വാറുണ്ട്, ഇതെല്ലാം കാര്യങ്ങൾ എമർജൻസി പ്രഖ്യാപിക്കാം. പക്ഷേ ഇന്റേണൽ ഡിസ്റ്റർബൻസ് കാരണം എമർജൻസി പ്രഖ്യാപിക്കുന്നു എന്നുള്ള ആ ഒരു ടേമിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉള്ള ടേം എടുത്തു മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ആംഡ് റെബല്യൻ എന്നുള്ള ടേം കൂട്ടിച്ചേർത്തു. അതുപോലെ അവിടെ ക്യാബിനറ്റ്, അതായത് യൂണിയൻ ക്യാബിനറ്റ് എന്നുള്ള പദം അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. ഈ പറയുന്ന 352 എന്നുള്ള അനുച്ഛേദത്തിൽ ക്യാബിനറ്റ് എന്നുള്ള പദം എഴുതി ചേർത്തത് എവിടെയാണ്? ഈ 352 അനുച്ഛേദവുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് യൂണിയൻ ക്യാബിനറ്റ് കൊടുക്കുന്ന ലെറ്ററിൽ വേണം പ്രസിഡന്റ് സൈൻ ചെയ്യാനായിട്ട്. എന്തിൽ? ഈ പറയുന്ന എമർജൻസി ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതാണ് അവിടെ വരുന്ന പോയിന്റ്. നെക്സ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് 2021. ഇത് രണ്ടും ഒരു കാരണവശാലും ഡ്യൂറിങ് എമർജൻസി ആണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? സസ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്കറിയാം എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ആർട്ടിക്കിൾ 19 ഉൾപ്പെടെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് പലതും ഇല്ലാതെയാവുന്നു, ഓട്ടോമാറ്റിക്കലി അത് കട്ടാവുന്നു എന്നാണ് പഠിക്കുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 20യും 21 എമർജൻസി ആയിട്ടുള്ള അടിയന്തര സാഹചര്യം ആണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. അത് കട്ട് ചെയ്യാൻ പാടുള്ളതല്ല, നിലനിർത്തേണ്ടതാണ് എന്ന് പ്രത്യേകം ഈ അമെൻമെൻറ്റിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പിന്നെ ലോക്സഭയുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിൻ്റെയും ടെന്യൂർ ഇന്ദിരാഗാന്ധിയുടെ 42nd അമെൻമെൻറ്റിൽ 5 ഇയേഴ്സിൽ നിന്ന് 6 ഇയേഴ്സ് ആക്കി മാറ്റിയായിരുന്നു. അത് എന്ത് ചെയ്തു? നേരെ റിവോക്ക് ചെയ്ത് 5 ഇയേഴ്സിലേക്ക് തന്നെ 44th അമെൻമെൻറ്റിൽ മാറ്റിയിട്ടുണ്ട്. These are the important points regarding 44th Amendment by Morarji Desai under Janata Party government. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് 61st അമെൻമെൻ്റ് ആണ്. ഇത് രാജീവ് ഗാന്ധിയുടെ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. 1989 പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതാണ്. വോട്ടിംഗ് ഏജ് നമ്മൾ 21 ഇയേഴ്സ് ഓഫ് ഏജ് ആയിരുന്നു. അതിൽ നിന്ന് 21 നിന്ന് 18 താഴ്ത്തിയിട്ടുള്ള അമെൻമെൻ്റ് ആണ് ഈ പറയുന്ന 61st അമെൻമെൻറ്റ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫോർ ദ സെറ്റ് എക്സാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഫോളോ ചെയ്യുന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ള പ്രായപൂർത്തി വോട്ടവകാശ രീതിയാണ്. അപ്പോൾ ആ രീതിയിൽ 21 വയസ്സായിരുന്നു നമ്മൾക്ക് വോട്ടവകാശം ലഭിച്ചിരുന്നത്. അത് ഈ 61ാം ഭേദഗതിയിലൂടെ രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? 18 വയസ്സായിട്ട് താഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് വർഷമാണ് 61st അമെൻമെൻറ്റ് പ്രാബല്യത്തിൽ വന്നത്, ഇനാക്ട് ചെയ്യപ്പെട്ടത്? 1989 ആണ്. കാരണം ഇത് പ്രസൻറ്റ് ചെയ്യുന്ന വർഷവും അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വന്ന വർഷവും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 1989 ആണ് 61st അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. ദ നെക്സ്റ്റ് വൺ നമ്മൾക്ക് 73rd അമെൻമെൻറ്റ് കൂടി നോക്കാം. ഇത് 1992 ആണ്. 73rd എന്നുള്ള നമ്പറും 1992 ഒറ്റ വാക്കവിടെ ഓർത്ത് വയ്ക്കുക. എന്താണ്?
പഞ്ചായത്തി രാജ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്ന അമെൻമെൻ്റ് ആണ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഓഫ് 1992 എന്നുള്ളത്. അപ്പോൾ അവിടെ പാർട്ട് 9 ആഡ് ചെയ്തിട്ട് പഞ്ചായത്ത് എന്നുള്ള ഹെഡിങ്ങും അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. 11th ഷെഡ്യൂളും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ ഇത് നരസിംഹറാവു ഗവൺമെൻറ്റാണ് ആ ബില്ലൊക്കെ അവതരിപ്പിക്കുന്നത്. പിന്നീട് ലോക്സഭയിലും രാജ്യസഭയിലും 1992 ടൈം പീരീഡിൽ പാസ്സാക്കപ്പെട്ടു. പക്ഷെ ഇത് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത് 1993 ഏപ്രിൽ 24 ആണ്. 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ലോ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത്. 1992 അത് പാസ്സാക്കപ്പെട്ടു. പക്ഷേ കെയിം ഇൻ ടു ബീയിങ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ഓൺ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് 1993 ഏപ്രിൽ 24 ആണ്. അപ്പോൾ നമുക്കിവിടെ പഠിച്ചത് 73rd അമെൻമെൻറ്റ് 1992. പിന്നെ ഒപ്പം കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയ കൊല്ലം കൂടി നോക്കി പോകുക. 1994 ഏപ്രിൽ 23 ആണ്. പക്ഷേ 1995 ഒക്ടോബർ 2 ആണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. മുനിസിപ്പാലിറ്റി ആക്ട് 1994 30th മെയ്. അത് ഇത്രയും നമുക്ക് നോക്കി വയ്ക്കാം. ദെൻ പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അവിടെ 5 years ആണ് ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പഞ്ചായത്തിലെ ഇലക്ടഡ് മെമ്പേഴ്സിന്. പിന്നെ വില്ലേജ് പഞ്ചായത്തിന്, അതുപോലെ വില്ലേജ് പഞ്ചായത്ത് അതായത് ഗ്രാമപഞ്ചായത്തിന് പ്രാധാന്യം, ഇൻ്റർമീഡിയറ്റ് പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന് പ്രാധാന്യം, പിന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്തിന് പ്രാധാന്യം അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ മുൻപ് അത് അത്രയും ഉണ്ടായിരുന്നില്ല. പിന്നെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 ടയറിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശുപാർശകൾ അല്ലെങ്കിൽ പഞ്ചായത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ശുപാർശകൾ കൊണ്ടുവന്ന കമ്മിറ്റികളുണ്ട്. പല കാലഘട്ടത്തിൽ പല കമ്മിറ്റികൾ. ഇതെല്ലാം സെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിലേറ്റഡ് ടു പഞ്ചായത്ത് രാജ് 1957 ആണ്. നെക്സ്റ്റ് വൺ അശോക് മേത്ത കമ്മിറ്റി 1977. നെക്സ്റ്റ് വൺ GVK റാവു കമ്മിറ്റി 1985. ലാസ്റ്റ് വൺ LM സിംഗ്വി കമ്മിറ്റി 1986 ആണ്. ഈ കമ്മിറ്റീസ് എല്ലാം തന്നെ റിലേറ്റഡ് ടു പഞ്ചായത്തി രാജ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് പഞ്ചായത്ത് ഇൻ ഇന്ത്യ അതെപ്പോഴാണ്? ഈ 3 ടയർ വന്നപ്പോഴല്ല, അതിന് മുൻപ് ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ഏറ്റവും ആദ്യമായിട്ട് പഞ്ചായത്ത് രൂപീകൃതമായത് എവിടെയാണ്? രാജസ്ഥാനിലെ നാഗൂരിലാണ്. 1959 ഒക്ടോബർ 2 രണ്ടാമത് വന്നത് ആന്ധ്രാപ്രദേശിൽ. അത് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് വിച്ച് സ്റ്റാർട്ടഡ് പഞ്ചായത്ത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ദെൻ 74th അമെൻമെൻറ്റ് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നോക്കണം. കാരണം പഞ്ചായത്ത് രാജ് ആക്ട് വന്ന പോലെ തന്നെ ഒപ്പം വന്ന കാര്യമാണ് നഗരപാലിക ആക്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് എന്നുള്ളത്. 74th ആണ് 1992. അപ്പോൾ അർബൻ ലോക്കൽ ബോഡീസിന് എന്ത് കൊടുത്തു? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്ത അമെൻമെൻ്റ് ആണ് 74th അമെൻമെൻറ്റ്. അത് പാർട്ട് 9 ആഡ് ചെയ്ത് അവിടെ ഒരു ഹെഡിങ് മുനിസിപ്പാലിറ്റി എന്നുള്ളത് കൊടുത്തു. അതുപോലെ 12th ഷെഡ്യൂളിൽ ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ശ്രദ്ധിച്ച് പഠിക്കുക. നഗരപാലിക ബില്ല് ലോക്സഭയിൽ വന്നത് 1991 നരസിംഹറാവു ഗവൺമെൻറ് സമയത്തൊക്കെയാണ്. പാസ്സായത് 1992 കെയിം ഇൻ ടു ബീങ് എന്ന് പറയുമ്പോൾ അത് 1993 ജൂൺ 1 ആണ്. ഒന്ന് 1993 ഏപ്രിൽ 24 പഠിച്ചു, അത് പഞ്ചായത്ത് രാജ്. ഇത് 1993 ജൂൺ 1 നഗരപാലിക ആക്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് എന്നുള്ളത്. 86th അമെൻമെൻറ്റ് കൂടി നോക്കാം. ഏതൊരു എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള എക്സാമിനും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇന്ത്യയിൽ റിപ്പീറ്റ് ചെയ്തൊരു മേഖലയാണ് 86th അമെൻമെൻറ്റ് 2002. 21A എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് വന്ന അമെൻമെൻ്റ് ആണിത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഈ 21A എന്ന് പറയുന്ന നമ്മളുടെ അനുച്ഛേദം ആഡ് ചെയ്ത 86th അമെൻമെൻറ്റ്. 86th അമെൻമെൻറ്റ് ഇയർ ഓർക്കുക 2002. ഇറ്റ്സ് റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 21A. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യമായിട്ട് തന്നെ ഞാൻ സെറ്റിന് വന്നതും ഇനി വരാവുന്നതുമായ അമെൻമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവയാണ് നമ്മൾ പഠിച്ചു പോയത്. ഓരോന്ന് നോട്ട് എഴുതി ഫീച്ചേഴ്സ് നോക്കി ഈച്ച് ആൻഡ് എവറി പോയിന്റ് പഠിക്കുക. നന്നായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിജയങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ നന്നായി പഠിക്കുക, എൻട്രിയുടെ ഒപ്പം ചേർന്ന് നിന്ന് പഠിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.